പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പെന്ന് വിശേഷിപ്പിച്ച രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണെന്നും ചൂണ്ടിക്കാട്ടി. ജനം മൂന്നാമതും മോദി സർക്കാരിൽ വിശ്വാസമർപ്പിച്ചെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. माननीय सदस्यों, सरकार का ये निरंतर प्रयास है कि देश के युवाओं को अपनी प्रतिभा दिखाने का उचित अवसर मिले। सरकारी भर्ती हो या फिर परीक्षाएं, सुनिए परीक्षाएं किसी भी कारण से इनमें रुकावट आए ये उचित नहीं है। इनमें शुचिता और पारदर्शिता बहुत जरूरी है। हाल ही में कुछ परीक्षाओं में हुई पेपर लीक की घटनाओं की निष्पक्ष जांच और दोषियों को कड़ी से कड़ी सजा दिलवाने के लिए मेरी सरकार प्रतिबद्ध है। इससे पहले भी हमने देखा है कि कोई राज्यों में पेपर लीक की घटनाएं होती रही है। इस पर दलीय राजनीति से ऊपर उठकर देशव्यापी ठोस उपाय करने की जरूरत है। ഐതിഹാസികമായ തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകുമെന്നും ബജറ്റ് ചരിത്രപരമാകുമെന്നും പറഞ്ഞ രാഷ്ട്രപതി രാജ്യതാൽപര്യം മുൻനിർത്തി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം രാഷ്ട്രപതിയുടെ പരാമർശത്തിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. ആഗോള സമ്പദ് രംഗത്തിൽ 15% ഇന്ത്യയുടെ സംഭാവനയാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടേത് അതിവേഗം വളരുന്ന സമ്പദ്ഘടനയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുരോഗതിക്കായി കഴിഞ്ഞ 10 വർഷം വലിയ പ്രവർത്തനം നടത്തി. ആഗോളതലത്തിലെ പ്രശ്നങ്ങൾക്കായും സർക്കാർ ഇടപെടലുണ്ടായി. സർക്കാർ കർഷകർക്ക് നൽകുന്നത് വലിയ പിന്തുണയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനത്തിനും സർക്കാരിന്റെ ഇടപെടലുണ്ടായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായും സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കി. ആദിവാസി വിഭാഗങ്ങളിലേക്കും ഇപ്പോൾ വികസനമെത്തുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചു. കോവിഡ് കാലത്ത് പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ നൽകാനായി. ബാങ്കിംഗ് രംഗത്തും വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. GST വരുമാനം ഏപ്രിൽ 2 ലക്ഷം കോടി കടന്നു. പ്രതിരോധ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു റാങ്ക് ഒരു പെൻഷൻ നടപ്പാക്കി. യുവാക്കൾക്കായുള്ള സർക്കാർ ഇടപെടൽ പരാമർശിക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. നീറ്റ് എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ ഇടപെടൽ നടത്തിയെന്നും ചോദ്യപേപ്പർ ചോർത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പറഞ്ഞ ദ്രൗപദി മുർമു സുതാര്യമായ അന്വേഷണം നടക്കുമെന്നും ഉറപ്പു നൽകി. നിരവധി പേർക്ക് CAയിലൂടെ പൌരത്വം ലഭിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി. അടിയന്തരാവസ്ഥയെ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലമെന്നാണ് രാഷ്ട്രപതി പരാമർശിച്ചത്. അടിയന്തരാവസ്ഥ ഭരണഘടന വിരുദ്ധമാണെന്നും പറഞ്ഞ രാഷ്ട്രപതി ഭരണഘടനയ്ക്കെതിരായ വലിയ ആക്രമണമാണിതെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.